Hello friends, welcome back to our channel. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മട്ടൻ കറി എങ്ങനെ വെക്കാൻ നോക്കാം വറുത്തരച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് 1.5 കിലോ മട്ടൻ ഇതേപോലെ മഞ്ഞളും ഉപ്പും വിനെഗറും കൂടി ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നല്ലപോലെ തിരുമ്പി കഴുകിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മട്ടനൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു മട്ടൻ്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത മട്ടനിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ വാട്ടാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 1-2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. മസാലയിലേക്ക് വലിയ 2 സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൽ ഗരം മസാല ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. ഈ പൊടികളൊക്കെ ലോ സിമ്മിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് സവാളയുടെ കൂടെയൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 1.5 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ 1.5 സ്പൂൺ മീറ്റ് മസാല ഇട്ടാലും മതി. അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വലിയൊരു പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കണം. അത് ഈ പൊടികളുടെ കൂടെയൊക്കെ ഒന്ന് മിക്സായി ലോ സിമ്മിലിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ മട്ടൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ ആ സ്റ്റോക്കിൽ കിടന്ന് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിയിട്ട് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ നല്ലപോലെ വറുത്ത് പേസ്റ്റ് പോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒഴിച്ച് ഈ മസാലയിൽ ഈ അരപ്പും കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇറക്കാൻ നേരത്തെ ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.